ഇത് മക്കളെ കുറച്ച് അല്ലറ ചില്ലറ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് ഇന്നത്തെ വിശേഷമല്ല, ഇന്നലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്നലെയാണെങ്കിൽ അച്ചാച്ചൻ ലീവ് എടുക്കുകയായിരുന്നു, സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മോൾക്കൊരു എക്സാം ഉണ്ടായിരുന്നു വേറൊരു സ്കൂളിൽ. അപ്പോൾ മോളെയും കൊണ്ട് പോകാൻ വേണ്ടി ലീവ് എടുത്ത്, എന്നാൽ പിന്നെ ഞാനും കൂടെ ചെല്ലാമെന്ന് വിചാരിച്ചു. എക്സാം കഴിഞ്ഞ് ടൈമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് കയറി കണ്ടിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു സ്ഥലങ്ങൾ. എന്നാൽ പിന്നെ പുതുച്ചോറും കൂടെ കൊണ്ടുപോയേക്കാമെന്ന് കരുതിയതാണേ. അപ്പോൾ അടിപൊളി വാഴയിലയൊക്കെ എടുത്തിട്ട് അതിനകത്ത് ചോറൊക്കെ ഇട്ട് നമ്മുടെ ചമ്മന്തി മുട്ടയും ഇതെന്ന് പറയുന്നത് മുരിങ്ങയില തോരനാണ് കേട്ടോ. മുരിങ്ങയില തോരനും മീൻ വറുത്തതും ഒക്കെ വെച്ചത് പൊതിഞ്ഞിട്ടുണ്ട് കേട്ടോ. പൊതിച്ചോറ് ഒരുവിധപ്പെട്ട എല്ലാവർക്കും പൊതിച്ചോറ് ഇഷ്ടമാണല്ലേ. കൂട്ടത്തിൽ ലേശം മോരും കൂടെ ഉണ്ടായിരുന്നു, അത് ഇതേ കുപ്പിയിലും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതേ വീടൊക്കെ പൂട്ടി ഇറങ്ങുകയാണ്. എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുന്ന ഒരു ചെറിയ ഇടവേളകളൊക്കെയാണല്ലോ നമ്മൾ എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാൻ പോകുന്നതും ഒക്കെ. അപ്പോൾ ഇന്നലെ അങ്ങനെ ഒരു സൗകര്യം കിട്ടിയപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ സമയം കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ഒന്ന് കയറി കാണാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. ഞാനിതെല്ലാം കൂടെ ചുമട് പോലെ എടുത്തേക്കുന്നത് എന്താണെന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും. ബാഗ് അവിടെ കാറിനകത്ത് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. കാറാണെങ്കിൽ ഇന്നലെ ചർച്ചിൽ കൊണ്ടുപോയിട്ട് വീട്ടിൻ്റെ മുറ്റത്ത് കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അത് മുകളിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ വിചാരിച്ചു കാറിനകത്ത് ബാഗ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടെ പറക്കിയെടുത്ത് താങ്ങിയെടുത്തുകൊണ്ട് പോവാണ് കേട്ടോ. ഞാൻ മോളോട് പറഞ്ഞതാണ് ഈ സംഭവങ്ങളൊന്നും വീഡിയോ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അവൾ എന്നെ കളിയാക്കാൻ വേണ്ടി തന്നെ അവിടെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ സംഭവങ്ങളെല്ലാം കൂടെ പറക്കിയെടുത്തുകൊണ്ട് പോവുകയാണ്. ഏതായാലും അവൾ തന്നെ ഡോറും തുറന്നു വരുന്നുണ്ട്. അമ്മ ഞാൻ ഏതായാലും കളിയാക്കിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഡോറങ്ങോട്ട് തുറക്കുന്നത് കേട്ടോ. അതിനകത്ത് തന്നെ ബാഗ് ഇരിപ്പുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം അങ്ങനെ നമ്മൾ ബാഗിനകത്ത് പറക്കി വെച്ചിട്ടാണ് പോകുന്നത്. ഇതിനകത്ത് ഞങ്ങൾ ആവശ്യമുള്ള വെള്ളവും കുടിക്കാനുള്ള വെള്ളവും കഴുകാനുള്ള വെള്ളവും എല്ലാം എടുത്തിട്ടുണ്ട്. ഈ യാത്രയൊക്കെ പോകുമ്പം ചോറൊക്കെ പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വഴിവക്കിൽ ഈ മരത്തിൻ്റെ തണലിലൊക്കെ ഇരുന്ന് കഴിക്കാനൊക്കെ നല്ല ഒരു പ്രത്യേക ഒരു രസമാണ്. നമ്മൾ ഈ ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് എപ്പോഴെങ്കിലുമൊക്കെ, വല്ലപ്പോഴും, എപ്പോഴും അല്ല, ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ പോകുന്ന സമയങ്ങളിൽ ഇങ്ങനെയാണ് ഇത് കേട്ടോ. ഇതാണ് മോളുടെ എക്സാം നടക്കുന്ന സ്കൂൾ. സെൻറ്റ് ജോൺ സ്കൂളിൽ വെച്ചായിരുന്നു എക്സാം. 4-5 സെൻറ്റ് ജോൺ സ്കൂളിലായിരുന്നു എക്സാം. എനിക്ക് ഭയങ്കര ഒരു അനുഭവമായിരുന്നു ആ ഒരു ബിൽഡിങ്ങിലേക്ക്, ആ ഒരു സ്ഥലത്തേക്ക് ചെന്നപ്പം. കാരണം നമ്മൾ ആ സ്കൂളിലേക്ക് കയറുന്നിടത്ത് തന്നെ 28 ഏക്കറിൽ പലവിധമായ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ നമ്മൾ കണ്ട്. ഞാൻ എൻ്റെ കാഴ്ചയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാര്യം കാണുന്നത്. കാരണം സ്കൂളുകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് തന്നെ 28 ഏക്കറിന് പ്രൊഫഷണൽ കോഴ്സ് മുതൽ ICSE സിലബസ്, CBSE, കേരള സിലബസ്, എല്ലാ സംഭവങ്ങളും അതിനകത്ത് തന്നെയുണ്ട്. അതായത് ഒരു കുട്ടി പഠിക്കാൻ കൊണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങത്തക്ക വിധത്തിൽ. അപ്പോൾ എന്തായാലും നമ്മൾ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വീണ്ടും യാത്ര തുടങ്ങിയതാണ്. വിഴിഞ്ഞെത്താനായപ്പോൾ ഞങ്ങൾ വിഴിഞ്ഞത്തേക്കാണ് യാത്ര പുറപ്പെട്ടത്. വിഴിഞ്ഞം പോർട്ടിലൊക്കെ ഒന്ന് കാണണമെന്ന് ഭയങ്കര ആശ. കാരണം എല്ലാവരും വിഴിഞ്ഞം പോർട്ട് കാണുന്നു, ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ടും പോയിരുന്നു എന്ന് പറഞ്ഞ് കൊതിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഭയങ്കര ആഗ്രഹം തോന്നിയതാണ്. വിഴിഞ്ഞം എത്തിയപ്പോഴത്തേക്ക്, വിഴിഞ്ഞെത്താനായപ്പോൾ തന്നെ നമുക്ക് നല്ല വിശപ്പ് കയറി. 2 മണിയൊക്കെ കഴിഞ്ഞു. കാറ് വഴിയിൽ സൈഡിൽ നിർത്തിയിട്ടിട്ട് നമ്മൾ കഴിച്ചു. അത് കണ്ടില്ലേ, നമ്മുടെ പൊതിച്ചോറിൻ്റെ ഉഷാറ് കൊണ്ട് ഇലയിൽ ഒരു തരി ചോറ് പോലും കാണാനില്ലല്ലോ. കൂട്ടത്തിൽ മോരുകറി ഉണ്ടായിരുന്നത്. അച്ചാച്ചൻ ആ മോരുകറിയുടെ അസ്ഥിവാരം എടുത്ത പോലെ മോരുകറി കംപ്ലീറ്റ് ഇതേ കുടിച്ച് തീർക്കുക ചെയ്തത്. കാരണം അടിപൊളി ചമ്മന്തി ആയിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് പൊതിച്ചോറിന് ചമ്മന്തി തന്നെ ധാരാളമായിരുന്നേ. അപ്പം മോരുകറിയുടെ ടേസ്റ്റ് കൊണ്ടാണ്. കാരണം അല്ലേ, എൻ്റെ മോരുകറിക്കൊക്കെ ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് കുടിക്കുന്ന കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് കേട്ടോ. അപ്പോൾ അതേ കഴിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. അപ്പോൾ വിഴിഞ്ഞത്തൊക്കെ പോകാൻ സൗകര്യം കിട്ടുമ്പം കൂട്ടുകാരൊക്കെ കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ. കാരണം വെറുതെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നമ്മളേതായ കൊച്ചു കേരളത്തിൽ ജീവിക്കും, നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ അവസരങ്ങളൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തരുത് കേട്ടോ. ഇടയ്ക്കൊക്കെ ഫാമിലിയായിട്ട് ഇങ്ങനെ കറങ്ങാൻ പോകുന്നതൊക്കെ നല്ലൊരു എൻ്റർടൈൻമെൻറ്റാണ്. ഞാനവിടെ ചെന്ന് നിന്നപ്പോൾ വെറുതെ ഒന്ന് ഇതൊക്കെ എടുത്ത് നോക്കി, അല്ലാതെ മനഃപൂർവ്വം തള്ളിയിടുന്നതല്ല കേട്ടോ. വെറുതെ മോളോട് പറഞ്ഞത് ഇങ്ങനെ ഞാനൊന്ന് ചെയ്ത് കാണിക്കാം, നീ ഒരു സ്ലോമോ എടുക്കുമെന്ന് ചോദിച്ചിട്ട് ഞാൻ ചെയ്യിച്ചതാണ് ഇതൊക്കെ കേട്ടോ. അച്ചാച്ചൻ അതിന് കൂട്ടിന് നിന്നിരിക്കുകയും ചെയ്തു. എന്നാൽ പിന്നെ എടുത്തോ എന്ന് പറഞ്ഞിട്ട് കാണുന്നതായി ഈ കാണിക്കുന്ന കോലങ്ങൾ കേട്ടോ. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ അങ്ങ് അകത്തേക്കൊന്നും കടത്തി വിടുന്നില്ല നമ്മളെ ആരെയും കേട്ടോ. വിസിറ്റേഴ്സിനെ അങ്ങോട്ട് കടത്തി വിടുന്നില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഭാഗത്ത് വന്നപ്പോഴത്തേക്ക് അവിടെ ഉള്ള 2-3 പേരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് അപ്പുറത്ത് സൈഡിൽ ഒരു പള്ളിയുണ്ട്, ആ പള്ളിയുടെ ഭാഗത്ത് പോയി നിന്ന് കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുക്കാൻ പറ്റും, നല്ല വ്യൂ ആണ്. അതുകൊണ്ട് ഇവിടത്തേക്കായി നല്ലത് കുറച്ച് അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പതുക്കെ ഏതായാലും അങ്ങോട്ട് പോയി. അപ്പോൾ ദേ നോക്ക്, അവിടെ നിരത്തിയിട്ടേക്കുന്ന കല്ല് കണ്ടിട്ട് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. കാരണം നല്ല ഡിസൈനിൽ നല്ല ഒരേ
ഒരേപോലത്തെ കല്ലുകൾ കുറേ ഇങ്ങനെ എന്ത് ചെയ്ത് ആ കടലിലെ വെള്ളം അവിടുത്തെ വെള്ളം അങ്ങോട്ട് അപ്പുറത്തേക്ക് പോകാതിരിക്കാൻ അതിനെ തടയായിട്ട് കെട്ടിയിട്ടേക്ക് നല്ല വെച്ചേക്കുന്നത്. നല്ല എന്താ പറയുക, ആ കാഴ്ച ഒരു അതിമനോഹരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നല്ല നട്ടുച്ച സമയത്താണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത് കേട്ടോ. പക്ഷേ നട്ടുച്ച എന്നതിൻ്റെ ആ ചൂട് നമുക്ക് ആ കാറ്റ് കാരണം നമുക്കത് ഫീൽ ചെയ്തില്ല. അല്ലെങ്കിൽ നമ്മളവിടെ പൊരിഞ്ഞ് നമുക്കവിടെ കാറിൽ നിന്ന് നമുക്ക് ഇറങ്ങാൻ പോലും പറ്റത്തില്ല, അത്രയും ചൂടായിരുന്നു. പക്ഷേ ആ കാറ്റുള്ളത് കൊണ്ട് നമുക്ക് ആ ചൂടിൻ്റെ ആധിക്യമൊന്നും അനുഭവപ്പെട്ടില്ല. അവിടെ അടുത്ത് തന്നെ നല്ലൊരു വലിയൊരു പള്ളിയുണ്ട് കേട്ടോ. പോകുന്നവർ ഈ സൈഡിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറേ വ്യൂ കിട്ടും കേട്ടോ ഇവിടുന്ന്. മറ്റേ ആദ്യം പോയ സ്ഥലത്ത് നിന്ന് കാണുന്നതിനേക്കാളും പിന്നെ ഈ ഭാഗത്ത് നമ്മൾ ആദ്യം പോയ ഭാഗത്താണ് നമുക്ക് മീൻ കിട്ടുന്നതൊക്കെ. കുറച്ച് നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടും. പോകുന്നവരതൊക്കെ മേടിച്ചുകൊണ്ട് പോകണം കേട്ടോ. തിരുവനന്തപുരംകാർക്ക് സ്വാഭാവികമായിട്ട് അത് അറിയാമല്ലോ. എന്നെക്കാൾ നന്നായിട്ട് തിരുവനന്തപുരംകാർക്ക് അറിയാം. ഇനി ഇപ്പോൾ തിരുവനന്തപുരംകാരെ പറ്റിയല്ല കേട്ടോ, മറ്റുള്ളവർ പോകുമ്പോഴത്തെ കാര്യമാണ് ഈ പറയുന്നത്. ഈ ഭാഗത്ത് നമ്മൾ ചെന്ന് നിന്നിട്ടാണ് കറക്റ്റ് വ്യൂ കിട്ടുന്നത്. അപ്പോൾ ജസ്റ്റ് മോൾക്ക് ഈ സ്ഥലമൊക്കെ ഈ ഭാവമൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ അവൾ ക്യാമറയിൽ കംപ്ലീറ്റ് ഇത് പകർത്തുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോവളം ബീച്ചിൻ്റെ ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വരുന്നവർ എന്തായാലും കോവളത്ത് കയറിയിട്ടല്ലേ പോവുള്ളൂ. ദർഗാ ഷെരീഫ് എന്നാണ് കേട്ടോ ആ പള്ളിക്ക് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പേര് മറക്കണ്ട, കാരണം പോകുന്നവർ ഈ ഭാഗത്ത് കേന്ദ്രമാക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഫോട്ടോസോ നമുക്ക് വീഡിയോസ് എടുക്കാം. പിന്നെ നമ്മുടെ ആ കാഴ്ചകളൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഏതായാലും കുറച്ച് നേരം നമ്മളിവിടെ നിന്ന് നമുക്ക് മൈൻഡൊക്കെ ഒന്ന് നന്നായിട്ട് കൂളാക്കാൻ കഴിയും ഇവിടെ നിന്ന്. കാരണം പ്രത്യേകിച്ച് ഒരു 4 മണി 5 മണി സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല അന്തരീക്ഷമാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ പോയത് കോവളത്തേക്കാണ് കേട്ടോ. കോവളത്തേക്ക് പോയി 2 പ്രാവശ്യം കോവളത്ത് പോയിരുന്നപ്പോഴും ഈ കയറി പോകുന്ന സ്ഥലത്ത് കുറച്ച് ഹൈറ്റിലുള്ള പാറകൾ അടുക്കിയിട്ടേക്കുന്ന സ്ഥലമാണ് കേട്ടോ. ആ ഭാഗത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കടലിൻ്റെ വിശാലമായ ഷോറൂം എന്ന് പറയുന്ന പോലെ കടലിൻ്റെ അങ്ങേ ഭാഗം മുതൽ ഇങ്ങേ ഭാഗം വരെ ഏതാണ്ടൊക്കെ ഒരു ചെറിയ രീതിയിൽ നമുക്ക് കാഴ്ചയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഏതായാലും കുറേ ദിവസം കൊണ്ടുള്ളൊരു ചിന്തയായിരുന്നു. 1 2 പ്രാവശ്യവും കോവളത്ത് പോയിട്ട് എനിക്കിവിടെ കയറാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് ഇന്നങ്ങ് തീർത്തേക്കാമെന്ന് വിചാരിച്ച് ദേ കയറി നിൽക്കുന്നതാണ് കേട്ടോ. അടിപൊളിയാണ്. പിന്നെ ഇതിനകത്ത് ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബോട്ടിങ് ഞങ്ങൾ കയറിയില്ല. ഒരാൾക്ക് 4 പേരെ കണ്ടപ്പോൾ അവർ പറഞ്ഞാൽ 1000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ബോട്ടിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. തൽക്കാലം നമ്മുടെ 1000 രൂപ കയ്യിലിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തൽക്കാലം ബോട്ടിങ്ങിന് പോയില്ല. പക്ഷേ അവിടെ നിന്ന് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഓരോരുത്തർ ബോട്ടിങ്ങിന് പോയി നമുക്ക് കയറാൻ തോന്നും, സൂപ്പറായിട്ട് കയറാൻ തോന്നും. അപ്പോൾ നമ്മൾ ഏതായാലും പോയി അവിടെയൊക്കെ ഇന്ന് നല്ല അടിപൊളി സൈറ്റാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പാറപ്പുറത്ത് കയറിക്കഴിഞ്ഞ് പാറയിലവിടെ ഇരുന്ന കാറ്റൊക്കെ കൊണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് ബീച്ചിലേക്ക് ഇറങ്ങിയത് കേട്ടോ. ഒരുപാട് പേര് ബീച്ചിൽ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ കണ്ടില്ലേ വിദേശികൾ പോകുന്ന കണ്ടില്ലേ. ഈ സമയം എന്ന് പറഞ്ഞാൽ സീസണാണ് കേട്ടോ. വിദേശികൾ വരുന്ന ഇനിയിപ്പോൾ 1 2 3 മാസങ്ങൾ വിദേശികളുടെ കുത്തൊഴുക്ക് തന്നെയായിരിക്കും. ഇന്നത്തെ പത്രത്തിലും ഉണ്ടായിരുന്നല്ലോ, മലയാള മനോരമ പത്രത്തിൽ നമുക്കത് എഴുതിയിട്ടുണ്ടായിരുന്നു. കോവളത്ത് വിദേശികളുടെ വരവ് തുടങ്ങി സീസൺ ആയതുകൊണ്ട് കൂടിയാണ് കേട്ടോ. അപ്പം നോക്കി അവരുടെ ഡ്രസ്സുകളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ. അവരുടെ സംസ്കാരം അതാണ്. നമുക്കൊരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവരുടെ ജീവിച്ചു വളരുന്ന സാഹചര്യങ്ങൾ അവരുടെ സംസ്കാരം അതാണ്. നമ്മുടെ സംസ്കാരം ഇങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ ഫുൾ ഡ്രസ്സ് ധരിച്ച് എടുക്കുന്നത്. നമ്മുടെ കൾച്ചറുമായിട്ട് എൻ്റർലി ഡിഫറൻ്റ് ആണ് അവരുടെ. അപ്പോൾ അത് കണ്ടിട്ട് നമുക്കതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. മാത്രമല്ല ഇപ്പോൾ ജനങ്ങളൊക്കെ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നവരാണ്, പഠിക്കാൻ പോകുന്ന കുട്ടികൾ ഒരുപാടാണ്. അപ്പോൾ അതുകൊണ്ട് അറിയാമല്ലോ സംസ്കാരം എന്താണെന്നുള്ളത്. ഇത് കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരമായി തിരിച്ചെത്താനായപ്പോഴത്തേക്ക് നമ്മളൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ ചായ കുടിക്കാനായിട്ട് കയറിയതാണ്. കാണാൻ നല്ല അടിപൊളി നല്ല വൃത്തിയൊക്കെയുള്ളൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. ചായ കുടിക്കാൻ കയറിയപ്പോൾ എന്നാൽ പിന്നെ ഒരു ദോശയും കൂടെ ആയിക്കോട്ടെ, പ്യൂർ വെജാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ മക്കളെ.